പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാർ കടലാർ എസ്റ്റേറ്റിൽ അല്പസമയം മുൻപാണ് പടയപ്പ എത്തിയത്. എസ്റ്റേറ്റിലൂടെയുള്ള റോഡിൽ പടയപ്പ എത്തിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഇപ്പോൾ റോഡിൽ നിന്നും തേയിലത്തോട്ടത്തിലേക്ക് ആന മാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, ഇപ്പോഴും പടയപ്പ തോട്ടത്തിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും നാശനഷ്ടങ്ങളോ മറ്റോ വരുത്തിയിട്ടുണ്ടോ? മൂർത്തി, ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആന ഏതാണ്ട് ഒരു 4 മണിക്ക് ശേഷമാണ് കടലാർ എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് എത്തിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എസ്റ്റേറ്റിനകത്തൂടെയുള്ള റോഡിലൂടെ ഏറെ നേരം നടന്നു നീങ്ങുകയും അതിന് സമീപത്തൊരു ചെറിയ നീർച്ചാലുണ്ട്. ആ നീർച്ചാലിൽ നിന്ന് വെള്ളം കുടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അതിനുശേഷം അല്പസമയം മുമ്പ് ആന തേയിലത്തോട്ടം, ആൾതാമസം അല്ലെങ്കിൽ ആളുകൾ സഞ്ചരിക്കാത്ത തോട്ടം മേഖലയിലേക്ക്, തേയിലത്തോട്ടത്തിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഏറെ നേരം അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. സാധാരണ തോട്ടം തൊഴിലാളികൾ ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി പോകുന്ന ഒരു സമയമാണ്. ആ സമയത്തെത്തിയ ചില ഓട്ടോറിക്ഷകളും മറ്റ് വാഹനങ്ങളുമാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത്. ഒരു പ്രധാന റോഡല്ല അത്, പക്ഷേ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ ആന നടന്നു പോകുന്നത്. നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ. മൂന്നാറിൽ പകൽ സമയത്ത് നല്ല ചൂടാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പടയപ്പയ്ക്കുണ്ട്. അതുകൂടാതെ മതപ്പാടിലാണ് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഇന്നലെ രാത്രി കന്നിമല എസ്റ്റേറ്റിൽ കാട്ടാന എത്തിയിരുന്നു. അവിടെ ഒരു ജീപ്പ് ആക്രമിച്ചിരുന്നു. നമുക്കറിയാം, സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ട ആ ഡിവിഷനിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെയാണ് ആന എത്തി ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. ഈ വേനൽ കനക്കുന്നതോടുകൂടി തന്നെ ഈ വന്യജീവി ശല്യം ഈ ഹൈറേഞ്ച് മേഖലയിൽ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ സമതല പ്രദേശത്തേക്കോ താഴ്വാരത്തിലേക്കോ ആനകൾ എത്തുന്നു. കൂടാതെ ഈ മലയോര മേഖലയിൽ, മലകൾക്ക് മുകളിൽ പുലികളൊക്കെ കരിഞ്ഞു തുടങ്ങി. അപ്പോൾ പുലികൾ കഴിക്കുന്നതിനും പുലിന്റെ ലഭ്യതക്കുറവും ഒക്കെ ആന ജനവാസ മേഖലയിലേക്ക് എത്താൻ ഒരു കാരണമാണ്. പ്രത്യേകിച്ച് കൃഷിയിടങ്ങളൊക്കെ തേടി വരുന്ന ഒരവസ്ഥയുണ്ട്. എന്തായാലും മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വനംവകുപ്പ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയും.